ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൻസ് എം ജെ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ട്രിച്ചി ഗോയിത്തെ സെൻറ്ററിൽ ചെന്നിട്ട് എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണിത്. ഞാനിത് ചെയ്യാനായിട്ടുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ട്രിച്ചി വരെ പോകുന്നതാണ്, അപ്പോൾ ഒരു വ്ളോഗ്. അടുത്തത്, ആദ്യമായിട്ട് ഗോയിത്തെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്ര മാത്രം. പിന്നെ എക്സാമിന് പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ്, ഫോട്ടോ, അതുപോലെ തന്നെ ID കാർഡ്, മീൻസ് നമ്മുടെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ്. നമ്മൾ ഈ മൂന്ന് സാധനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാൻ പറ്റി എന്ന് പോലും വരില്ല. എനിക്ക് മാർച്ച് 2-ാം തീയതി ട്രിച്ചിയിലാണ് എക്സാം ഉള്ളത്. 2-ാം തീയതി, അതായത് 2-ാം തീയതി പുലർച്ചെ 12 മണിക്കാണ് എനിക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി, തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി. അവിടുന്ന് ഫ്രണ്ട്സിനെ കണ്ടു, ഡെന്നീസിനെ കണ്ടു. അങ്ങനെ ട്രെയിനിൽ കയറി. ഞാൻ കാലത്ത് ട്രെയിനിൽ കയറി വെച്ചാൽ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. അതിന് ശേഷം കാലത്ത് ഞാൻ ബെർത്തിൽ നിന്ന് ഇറങ്ങി, അടിയിലിരുന്ന് ഉറങ്ങി. മസ്റ്റായിട്ട് നിങ്ങൾ സ്ലീപ്പർ തന്നെ ബുക്ക് ചെയ്യുക, കാരണം ക്ഷീണിച്ച് പോകണ്ട. അതിന് ശേഷം AC വെയിറ്റിംഗ് ഹോളിൽ ഇരുന്ന് ഫ്രഷ് ആയതിനു ശേഷം ട്രിച്ചി, ഇതാണ് അവിടുത്തെ AC വെയിറ്റിംഗ് ഹോളിൽ മണിക്കൂറിന് 10 രൂപയുള്ളൂ. ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോ പിടിച്ച് ഗോയിത്തെ സെൻറ്ററിലേക്ക് പോയി. ഇവന്മാർ 60 രൂപയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 60 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 1.5 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട്. സെൻറ്റ് ജോൺസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല. അപ്പോൾ മാരിയറ്റ് കോട്ടിയാടിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അവന്മാർ എന്നെ അവിടെ കൊണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞാൽ അവിടുന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് പോകണ വഴിക്ക് ഒരു മീൽ കഴിച്ചു. 120 രൂപയാണ് ഇത്രയും ഫുഡിനായത്. അതിനുശേഷം ഇത് റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് താമസിക്കാനുള്ള റൂംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നേരെ ഓപ്പോസിറ്റ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ റൂമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയും ഫുഡ് കഴിക്കാം. പിന്നെ അപ്പുറത്തൊരു റൂംസ് ഉണ്ട്. അവിടുത്തെ റൂം ഭയങ്കര ലോക്കൽ റൂമാണ്, ജസ്റ്റ് ഉറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തായിട്ട് റൂമുകൾ അവൈലബിൾ ആണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഇവിടെ റൂം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ബ്രെഡ്സൊക്കെ വേണമെങ്കിൽ വാങ്ങി കഴിക്കാം. എക്സാമിൻ്റെ തലേദിവസം വരികയാണെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് അങ്ങനെ ആ റൂട്ടാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ റൂംസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ആ റൂംസ് ഭയങ്കര ശോകമായിരിക്കും അല്ലേ? ടോയ്ലറ്റ് ഭയങ്കര ആണ്. ഒരു ദിവസത്തേക്ക് ഉറങ്ങല് മാത്രമൊക്കെ ആണെങ്കിൽ ഓക്കെ, ഉറങ്ങൽ മാത്രമേ അവിടെ നടക്കുള്ളൂ. അപ്പുറത്ത് എങ്ങനെയുണ്ടാവും? പുറത്ത് പോയി കഴിഞ്ഞാൽ റൂമിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, പക്ഷേ ടോയ്ലറ്റ് കണ്ടിട്ടില്ല. ആണല്ലേ? ഓക്കെ ഗൈസ്, എക്സാം കഴിഞ്ഞ് ഞാനിവിടെ എത്തി. ഞാൻ ഭയങ്കര ടയേർഡാണ്. എനിക്ക് ഗോയിത്തേന്ന് ഒരാളെ കിട്ടി. ഞാൻ ആളെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് മെല്ലെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായി എക്സാം പൊട്ടി? ഞാൻ വെയിലുകൊണ്ട് തളർന്നിരിക്കുക. ഞാൻ കുറച്ച് എനർജി ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെയിറ്റിംഗ് ഹാളിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എനിക്ക് തല പൊക്കാൻ പറ്റുന്നുണ്ടായില്ല. കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ സെറ്റായി. അങ്ങനെ AC റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി ട്രിച്ചി ഗാർഡൻ ഞാൻ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ട് വന്നതാണ് മെൽവിനെ. എങ്ങനെയുണ്ട് ട്രിച്ചി ഗാർഡൻ? എൻ്റെ അത്ര ആൾക്കാരൊന്നും കാണില്ല, സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, കാണുന്നവർ കുറവാണ്. ഗൈസ്, ട്രിച്ചി ഗാർഡൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതുപോലത്തെ ഒരു പഴയ ട്രെയിൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പഴയ ഒറിജിനൽ ട്രെയിനാണ്. കണ്ടോ, നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഗാർഡൻ, അതായത് അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ഇങ്ങനെ വന്ന് നല്ല പച്ചപ്പ്. എൻ്റെ പൊന്നെ, എന്ത് രസമാണ് നോക്ക്. ഇതാണ് ട്രെയിൻ. എനിക്ക് റിട്ടേൺ ഉണ്ടായ ട്രെയിൻ രാത്രി 8 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്ര നേരം അവിടെ പോസ്റ്റ് അടിച്ച് കുറേ നേരം ഇരുന്നു. അതിനുശേഷം ട്രെയിൻ വന്നപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. ഒരു 4:45-5 മണിയായപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പക്ഷേ ഞങ്ങളുടെ അവിടേക്ക് അപ്പോഴൊന്നും ബസ്സില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ശക്ത സ്റ്റാൻഡിൽ ചെന്നിരുന്നു. കുറേ നേരം ഇരുന്നു. ആ ഒരു 6-6:30 ആയപ്പോൾ ബസ് വന്നു. ബസ്സിനകത്ത് കയറി ഒരു 8-8:30 ആയപ്പോൾ വീട്ടിലെത്തി ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ എന്തിനാണ് ഡോയ്ഷ് ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ ഡോയ്ഷ് പഠിക്കുന്ന ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.